ചെറിയ കാലയളവിലേക്കുള്ള നിക്ഷേപങ്ങളിൽ ബാങ്ക് ഡെപ്പോസിറ്റുകളെക്കാളൊക്കെ കൂടിയ ഒരു നേട്ടം തരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളോട് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു 6 ഓപ്ഷനുകളും അതിന്റെ ഗുണദോഷങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിലെ 2 ഓപ്ഷനുകളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി ഓപ്ഷനുകളിൽ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യാത്തതാണ്. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ആണ്. ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വലിയ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെറിയ സാധനങ്ങൾ ഒക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന കമ്പനികൾക്ക് ഒരു നിശ്ചിത കാലാവധി 90 ദിവസമോ 180 ദിവസമോ ഒക്കെ കാലാവധി വെച്ചിട്ടുള്ള ഈ ബില്ലുകളായിരിക്കും കൊടുക്കുന്നുണ്ടാവും. 90 ദിവസം കഴിഞ്ഞാൽ പൈസ കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ബില്ലുകളൊക്കെ ആയിരിക്കും, ഇൻവോയ്സുകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. ആ ഇൻവോയ്സിന് ഉറപ്പായിട്ടും പണം കിട്ടുമെന്നുള്ളത് ആ ഇൻവോയ്സ് കൊടുത്ത കമ്പനിയുടെ ക്രെഡിബിലിറ്റി കാണിക്കുന്നുണ്ടാവും. ഈ ചെറുകിട കമ്പനികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് ഈ 180 ദിവസമോ 90 ദിവസമോ വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ഇൻവോയ്സുകൾ ബാങ്കുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഇത് മറിച്ചു കൊടുക്കും. ഇപ്പൊ 1 കോടി രൂപയുടെ ഒരു ഇൻവോയ്സ് കയ്യിലുള്ള ചെറുകിടക്കാരന് ഒരു 90 ലക്ഷം കിട്ടിയാലും ഇപ്പോൾ ആ പൈസ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ് അവന്റെ ഒരു തിയറി. കാരണം എന്താ, അവന്റെ കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ 90 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് അയാൾക്ക് കൊടുക്കുകയും ആ ഇൻവോയ്സ് നമ്മളുടെ അടുത്തേക്ക് വാങ്ങുകയും ചെയ്യുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 180 ദിവസമോ അല്ലെങ്കിൽ 90 ദിവസമോ കഴിയുമ്പോൾ ഈ ഇൻവോയ്സുകൾ വലിയ കമ്പനിക്ക് കൊടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപ വാങ്ങുകയും ചെയ്യും. 90 ലക്ഷം രൂപ ആളുകൾക്ക് തിരികെ കൊടുക്കും. അതോടൊപ്പം ഈ 10 ലക്ഷം രൂപ ലാഭമായിട്ട് കിട്ടിയതും അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിനെയാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. ഞാൻ ഏകദേശം ഒരു 3-3.5 കൊല്ലമായിട്ട് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് വളരെ ലാഭകരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ട്രേഡ് ക്രെഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ചെയ്യുന്നത്. ട്രേഡ് ക്രെഡിന്റെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, ട്രേഡ് ക്രെഡ് സ്പോൺസർ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനിയർ സെക്യൂർഡ് ബോണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളാണ്. സീനിയർ സെക്യൂർഡ് ബോണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വിൻവെൽത്ത് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഞാൻ എഫക്റ്റീവായിട്ട് എന്റെ ഫാമിലി പോർട്ട്ഫോളിയോയിലൂടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ചെറുകിട ഇടത്തരം NBFCകളെ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾക്ക് വേണ്ട പണം ആളുകളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇത്തരം ബോണ്ടുകൾ മിക്കവാറും സീനിയർ സെക്യൂർഡ് കാറ്റഗറി ഉള്ളതായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് അസറ്റുകൾ അവര് ടാഗ് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വെഹിക്കിൾ ഫിനാൻസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ വെഹിക്കിളുകൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ടാഗ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ കമ്പനി പൊളിഞ്ഞാലും നമ്മൾക്ക് പണം കിട്ടാൻ താരതമ്യേന സാധ്യത കൂടുതലുണ്ട്. പിന്നെ അത് സീനിയർ ബോണ്ടുകളാണ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ കമ്പനി ലിക്വിഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് പണം കിട്ടാനുള്ള സീനിയോറിറ്റി കൂടുതലുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇത്തരം ബോണ്ടുകൾ മിക്കവാറും BBB കാറ്റഗറിയിലോ BB കാറ്റഗറിയിലൊക്കെ ഉള്ള ബോണ്ടുകളായിരിക്കും. കുറച്ച് റിസ്ക് ഉള്ള ബോണ്ടുകളാണ് എന്നുണ്ടെങ്കിലും ഞാൻ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന വിൻവെൽത്ത് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഏകദേശം 2-2.5 കൊല്ലമായി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്ലാറ്റ്ഫോം ഇതുവരെയും എനിക്ക് കൃത്യമായിട്ട് മുതലും പലിശയും തരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വിൻവെൽത്തിന്റെ പ്ലാറ്റ്ഫോം വഴി ഒരു ബോണ്ടുകൾ വാങ്ങാൻ 10% മേളില് ആനുവൽ റിട്ടേൺ തരുന്ന ബോണ്ടുകൾ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, വിൻവെൽത്ത് അല്ല ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത 3 കാര്യങ്ങൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ്. ഒന്ന് P2P ലെൻഡിങ്, പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറയും. അതായത് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് പ്രൊവൈഡ് ചെയ്യുക. അവിടെ പണം ആവശ്യമുള്ളവരും പണം കൊടുക്കാൻ റെഡി ആയിട്ടുള്ളവരും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ആവശ്യമുള്ള പല ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 10 ലക്ഷം രൂപ ഈ ഓരോ ലക്ഷം രൂപ വെച്ച് 10 പേർക്ക് കൊടുത്ത് അവരിൽ നിന്ന് സാധാരണ ബാങ്ക് റേറ്റിനേക്കാൾ ഉയർന്നിട്ടുള്ള ഏകദേശം 10-12% അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അതിന്റെ ചെറിയൊരു പ്രോസസിംഗ് ചാർജ് കഴിച്ച് നമ്മൾക്ക് അതിന്റെ ലാഭം കൈമാറുന്ന രീതിയാണ് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറയാം. ഇത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം എന്താ, ഈ പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോമുകളിൽ പൈസ എടുക്കാൻ വരുന്ന ആളുകൾ തിരിച്ചടവ് അത്ര ക്ലിയർ ആയിട്ട് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ആളുകളായിരിക്കില്ല. അങ്ങനെ നടത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ബാങ്ക് വഴി ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ പൈസ കിട്ടാനുള്ള സാധ്യതയുള്ള നിലയ്ക്ക് അവർ ഇവിടെ വരുന്നത് അവരുടെ ട്രാക്ക് റെക്കോർഡ് ശരിയല്ലാത്തതാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവര് ഡീഫോൾട്ട് വരുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പൈസ പല ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഡീഫോൾട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും നമ്മൾക്ക് നഷ്ടസാധ്യത താരതമ്യേന കുറയ്ക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോമുകൾ ശ്രമിക്കാറുണ്ട് എന്നതാണ് മനസ്സിലാവും. പക്ഷേ ഞാൻ ഇതുവരെ പിയർ ടു പിയർ ലെൻഡിങ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പേര് ഇതിനെപ്പറ്റി പറയാനും ഉദ്ദേശിക്കുന്നില്ല. അടുത്ത പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് ലീസിംഗ് പ്ലാറ്റ്ഫോമുകളാണ്. അതായത് ഇപ്പോ വലിയ നഗരങ്ങളിലൊക്കെ വാഹനങ്ങൾ ലീസിന് കൊടുക്കുക, ഫർണിച്ചറുകൾ ലീസിന് കൊടുക്കുക, വീടുകളും ഒക്കെ ലീസിന് കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കാനായിട്ടുള്ള സംവിധാനമാണ്. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു 100 ട്രക്കുകൾ ആവശ്യമുണ്ട്. ആ ട്രക്കുകൾ വാങ്ങി അത് ലീസിന് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ലീസിന് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. ആ ലീസ് കാലാവധി തീരുമ്പോൾ നമ്മളുടെ
പ്രിൻസിപ്പലും അതിന്റെ ഇൻട്രസ്റ്റും നമുക്ക് തിരികെ കിട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് അസറ്റ് ലീസിങ്. അത് അത്ര ഒരു കൺവിൻസിങ് സ്റ്റോറി ആയിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ അതിൽ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിന്റെ ഒന്നും പേരുകൾ ഞാനിവിടെ പറയുന്നില്ല. അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് 2-3 കമ്പനികൾ വലിയ മോളുകൾ പണിതിട്ട് അതിന്റെ ഓരോ റൂമുകൾ അല്ലെങ്കിൽ ഓരോ റെന്റ് കൊടുക്കാൻ പറ്റുന്ന യൂണിറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ മോള് മൊത്തത്തിൽ വാങ്ങുന്നതിനായിട്ട് 10 കോടി രൂപ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ഒരു കടമുറി മാത്രം വാങ്ങുന്നതിന് 20-30 ലക്ഷം രൂപ മതിയാവും. അപ്പൊ 20-30 ലക്ഷം രൂപ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് അത് മുദ്രപത്രത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരികയും നമുക്ക് അതിൽ നിന്നുള്ള റെന്റൽ വരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുമ്പോൾ അതിന് അവരൊരു സർവീസ് ചാർജ് ഈടാക്കും. അത് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ലാഭമായിട്ട് കിട്ടുക. ഇതല്ലാതെ നേരിട്ട് നടത്തുന്ന പ്ലാറ്റ്ഫോമുകളും കേരളത്തിൽ അവൈലബിൾ ആണ്. പക്ഷെ അവരുടെ ക്രെഡിബിലിറ്റി കൃത്യമായിട്ട് ഞാൻ അസസ് ചെയ്യാത്തതുകൊണ്ട് അത്തരം പ്ലാറ്റ്ഫോമുകളുടെ പേര് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പേഴ്സണലി അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ 5 ഓപ്ഷനുകളാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളേക്കാൾ മെച്ചമായിട്ടുള്ള മറ്റ് ഷോർട്ട് ടേം, മീഡിയം ടേം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിക്ഷേപങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്ങിലും സീനിയർ സെക്യൂർഡ് ബോണ്ടുകളും ഞാൻ നിക്ഷേപിക്കുന്നു. മറ്റു 3 ഓപ്ഷനുകളായിട്ടുള്ള അസറ്റ് ലീസിംഗ്, ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ P2P ലെൻഡിംഗ്, ഈ 3 കാര്യത്തിലും ഞാൻ നിക്ഷേപിക്കുന്നില്ല. അങ്ങനെ 5 ഓപ്ഷനുകൾ ആണ് ഈ വീഡിയോയുടെ പറയുന്നത്. ഇത്തരം ഒരു ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ ഏതെങ്കിലും 1-2 ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് 4-5 എണ്ണത്തിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഇടുക. അതായത് 1 കോടി രൂപയുള്ള ആളുകൾ ഈ 5 എണ്ണത്തിൽ ഇടാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ വെച്ച് ഈ എല്ലാ കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതി നന്നായിരിക്കും. അതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിലും ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എപ്പോഴും ഇന്ന് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരു റെഗുലേഷൻ ഫ്രെയിംവർക്കിൽ മുഴുവനായിട്ടോ പകുതിയായിട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. RBIയുടെ ഡയറക്റ്റ് റെഗുലേഷനിലൊക്കെ പലതും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് നഷ്ടസാധ്യത കൂടുതലുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യമുള്ള പണമൊന്നും ഇതിൽ കൊണ്ടുവരരുത്. ഒരു മീഡിയം ടു ഹൈ റിസ്ക് ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിക്ഷേപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല ഇത് ടാക്സ് എഫിഷ്യൻസി ഇതിന്റെ കുറവാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഓർക്കണം. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന പണം മിക്കവാറും നമ്മളുടെ ഇൻകം ടാക്സബിൾ ഇൻകത്തോടു കൂടി കൂട്ടുകയും അത് നമ്മളുടെ ടാക്സ് ലാബിനനുസരിച്ച് ടാക്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ലിക്വിഡിറ്റി റിസ്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള പണം കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ലോക്കായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എമർജൻസി ഫണ്ടുകളോ അതുപോലെ അത്യാവശ്യമുള്ള ഫണ്ടുകളോ ഒരിക്കലും ഇടരുത്. നല്ല പ്ലാറ്റ്ഫോമുകളാണ്. ടെക്നോളജി ഉയർന്നു വന്നതിന് ശേഷം ഈ കാര്യങ്ങൾക്കൊക്കെ നല്ല പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ പ്ലാറ്റ്ഫോമുകളുടെ കോപ്പികളായിട്ടോ ഇതിന്റെ കള്ളനാണയങ്ങളായിട്ടോ ഉള്ള പ്ലാറ്റ്ഫോമുകളും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടുതലും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡ് ക്രെഡ് പ്ലാറ്റ്ഫോമിനെയും വിൻവെൽത്ത് പ്ലാറ്റ്ഫോമിനെയും പറ്റിയുള്ള വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.